Running late on a Wednesday, shortcut by the freeway. Locked eyes as you passed me, two hearts on a cold street. Looking back at the same time, I feel your warmth, did you feel mine? I get the urge but I can't speak, two hearts on a cold street. I know this sounds crazy, but this could be fate. But I'm thinking maybe that you feel it too. Tell me, are you busy? And tell me you can stay, 'cause I'm thinking maybe for you I would travel to outer space, take a bullet to the heart just to keep you safe. For you, anything for you. With you the years just fade away, like a dream in my arms but I'm wide awake. With you, whenever I'm with you. ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ ദൈവമേ, മംഗല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൽവിനെ തെരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായി അങ്ങയുടെ അനന്തകാര്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പര വിവാഹ വാഗ്ദാനം ചെയ്യാൻ പോകുന്ന ഈ ദമ്പതികളെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായി ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അവസാന ദിവസം അങ്ങേ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരു അത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധുവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ, ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ പ്രവർത്തിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. കാനായിലെ കുറവ് നീക്കിയ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ കുറവുകളും നീക്കി നിറവുകളാക്കി തരണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Standing in front
Wipe your tears, take a breath. Lay your head on my chest. Let me hold you through the night. Yeah, the world can bring us down, but I still believe somehow it's all gonna be alright. Come what may, the highs, the lows. Well, this life will be hard, but you and me won't. When the waters rise and we face the fire, we'll rest in our foundation, hand in hand, on our knees, nothing between us, you, me, and Jesus. Oh, we'll have a few fights. Who's wrong and who's right? But I want you to know, at the end of the day, I'm always here to stay. No, you'll never be alone. Come what may, the highs, the lows. Well, this life will be hard, but you and me won't. When the waters rise and we face the fire, we'll rest in our foundation, hand in hand, on our knees, nothing between us, you, me, and Jesus. സ്തുതിയായിരിക്കട്ടെ. ആൽവിൻ, ജിനറ്റ് ഇന്നത്തെ താരങ്ങളാണ്. വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്നതിന് മുൻപ് വിവാഹ വാഗ്ദാനം നടത്താനായിട്ട് പരിശുദ്ധരുടെ മുൻപിൽ ആയിരിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം, കൈകൾ കൊടുക്കാം. ഇന്ന് വിവാഹ വാഗ്ദാനം നടത്താനായിട്ട് പോകുന്ന ആൽവിനെയും ജിനറ്റിനെയും നമുക്ക് ദൈവത്തിരിക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരേറ്റെടുക്കാൻ പോകുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ, സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന വലിയ കൂതാശ വിശുദ്ധിയോടുകൂടി സ്വീകരിക്കാനും വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള വലിയ കൃപ നമുക്ക് നൽകണമെന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തിയോടുകൂടി ഈ തിരുക്രമത്തിൽ നമുക്ക് പങ്കെടുക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന് നിലനിൽപ്പനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ സഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തെരഞ്ഞെടുത്ത റബേക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുവനന്തപുരത്തിരിക്കുന്ന ആൽവിനെയും ജിനറ്റിനെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസനെ അനുഗ്രഹിക്കണമേ. ധനികർ ദരിദ്രരാകാം, വിശന്നവനെയാം, കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? അകൃത്യത്തിൽ നിന്ന് അകന്നു നന്മ ചെയ്യുവിൻ, സമാധാനം തേടിയതിനെ പിന്തുടരുവിൻ. ഇസ്ഹാക്കിനെ ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടെ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും സകല സൗഭാഗ്യങ്ങളും ഒടുവിൽ നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെ നാഥനും സ്രഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടെ നിന്റെ കർത്താവേ, സത്യമായ നമ്മുടെ ശരീരങ്ങളെ ഒപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സംഘത്തിന്റെ നാഥായ എന്നേക്കും. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആദ്യനേ, കാരുണ്യം നീ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ വിശുദ്ധായി നിന്നെ ഞങ്ങളുടെ മക്കളിലേക്ക് അയച്ചുകൊണ്ടേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 9 മുതലുള്ള തിരുവചനങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പന
ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈശ്വര സാന്നിധ്യം നിലനിൽക്കുന്ന ഈ ദേവാലയത്തിൽ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ചിരകാല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന സന്തോഷം നിറഞ്ഞ ഒരു നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഈ ഇടവക്കാരാണ്. രണ്ടുപേരെ കുറിച്ച് വളരെ ആക്റ്റീവായിട്ടുള്ള നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ അതുപോലെ തന്നെ ഇടവകയിലായാലും വളരെ ആക്റ്റീവായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ ഇടവകയോടും ഈ ദേവാലയത്തോടും ദൈവികമായ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലാണ് ഈ വിവാഹം. പണ്ട് തുടങ്ങുന്ന പല കഥകളും അവസാനിക്കുന്ന ഒരു പ്രത്യേക വാചകത്തോടെയാണ്. ആ വാചകം എങ്ങനെയാണ്? അനന്തരം അവർ സന്താന സമൃദ്ധിയോടെ സകലവിധ സുഖങ്ങളും ആസ്വദിച്ച് ദീർഘനാൾ ജീവിച്ചു ശുഭം. ഇങ്ങനെയാണ് മുമ്പത്തെ പഴയ കഥകളൊക്കെ അവസാനിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ കഥാകാരന്മാർക്ക് തകർന്ന കുടുംബ ബന്ധങ്ങളുടെ കഥകൾ പറയാനാണ് താല്പര്യം. ഇതുപോലെ പരസ്പരം വിദ്വേഷമുള്ളിലമർത്തി ജീവിക്കുന്ന വെറും ജീവിതങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തിന് വെല്ലുവിളിയായിട്ടാണ് ആഗ്രഹിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കാനായിട്ട് തയ്യാറെടുക്കുക. മറ്റെല്ലാം മംഗളങ്ങൾ നേടുകയാണ്. നമുക്കറിയാം, പ്രശ്നമില്ലാത്ത ഒരു കുടുംബവുമില്ല. ഒരു വിവാഹത്തിന് ശേഷം ബെഡ്റൂമിലുണ്ടാകുന്ന ഒരു രംഗത്തെ പേര് ഫോട്ടോ വാട്സപ്പിൽ കണ്ടു. അത് പ്രകാരമാണ് ആദ്യത്തെ 3 മാസം ബെഡ്റൂമില് പെർഫ്യൂമിന്റെ പൂക്കളുടെയൊക്കെ സുഗന്ധമായിരിക്കുന്നുണ്ടാകും. ആദ്യത്തെ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ 3 മാസം. 1 വർഷം കഴിയുമ്പോൾ ബേബി പൗഡറുടെയും ക്രീമുകളുടെ സുഗന്ധമായിരിക്കും ആ ബെഡ്റൂമിൽ ഉണ്ടായിരിക്കും. വർഷം 15 കഴിയും. 15 വർഷം കഴിയുമ്പോൾ വിക്സ്, ടൈഗർബം, ഗന്ധമൊക്കെ ആയിരിക്കും. വർഷം 25 കഴിയുന്നു. 25 വർഷം കഴിയുമ്പോൾ പട്ടച്ചുക്കാരി തൈലത്തിൻ്റെയും മറ്റു പല മരുന്നുകളുടെ ഗന്ധമായിരിക്കും ബെഡ്റൂമിൽ ഉണ്ടാവുക എന്നാണ് ആ പിക്ചർ. ഇത് ജീവിതത്തിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുക. സ്നേഹത്തിന്റെ ചൂടിൽ ആവിയായി പോകുന്നതാണ് എല്ലാ കുടുംബ പ്രശ്നങ്ങളും എന്നൊക്കെ ധാരാളം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുക. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന അവസരം ആസ്വദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹത്തിലാകുവാൻ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും അതിശയമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് പ്രമാണം മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന ഉദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടി മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുൻപിൽ അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടു കൂടി മാത്രമേ
വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് ഇപ്പോൾ നൽകുകയാണ്. രണ്ട് ഭാഗങ്ങൾ സാക്ഷികൾ മുന്നോട്ട് കേൾക്കുക. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ജിനറ്റിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ജിനറ്റ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ആൽവിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? സാക്ഷികളോട് നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ, ആൽവിനെയും ജിനറ്റിനെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയെ നിർമ്മലവധുവായി സ്വീകരിച്ച കർത്താവായി മിശിഹായെ, വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ മരിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നാഥനായ മാറിയ യോസേപ്പിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥ്യം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുത്ത മറ്റെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിന്നാദിനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു പാരാധേ. സാക്ഷികൾ നിത്യാനന്ദ പ്രതാപവാനൻ വാഴ്ത്തിടുന്നു നിരന്തരം, വാഴ്ത്തിടുന്നു നിരന്തരം. നിസ്തുലൻ
നമുക്ക് പ്രാർത്ഥിക്കാം. അനന്തതയാകുലനും അപരിമിത നന്മയുടെ ഭണ്ഡാരവുമായ ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ മഹാദാനങ്ങളെക്കുറിച്ച് നിന്റെ മഹാമഹത്വത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്നോട് പ്രാർത്ഥിക്കുന്നവരെ ഉപേക്ഷിക്കാതെ അവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കണമേ. ഞങ്ങളെ സ്വർഗീയ സമ്മാനങ്ങൾക്ക് യോഗ്യരാക്കണമെന്ന നിന്റെ കാരുണ്യാധികത്തെക്കുറിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു. It's always been a mystery to me how two hearts can come together and love can last forever. But now that I have found you, I believe that a miracle has come when God sends a perfect one. Now gone are all my questions about why, and I've never been so sure of anything in my life. Oh, I wonder what God was thinking when He created you. I wonder if He knew everything I would need, because He made all my dreams come true. When God made you, He must have been thinking about me. I promise that wherever you may go, wherever life may lead you, with all my heart I'll be there too. And from this moment on, I want you to know I let nothing come between us, and I will love the ones you love. Now gone are all my questions about why, and I've never been so sure of anything in my life. I wonder what God was thinking when He created you. I wonder if He knew everything I would need, because He made all my dreams come true. When God made you, He must have been thinking about me. He made the sun, He made the moon to harmonize in perfect tune. One can't move without the other. They just have to be together, and that is why I know it's true. You're for me and I'm for you, 'cause my world just can't be right without you in my
കൈകളടിച്ചുകൊണ്ട് അവരെ ഈ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ചേച്ചിയെയും ആനന്ദ ചേട്ടനെയും ബെഡ്റൂം സെറമണിക്ക് ശേഷം ഇതാ അവർ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റിസപ്ഷനിലേക്ക് അവരുടെ മാത്രമായിട്ടുള്ള റിസപ്ഷനിലേക്ക് അവർ എന്തുവേണം പോവുകയാണ്. നമുക്ക് അവർക്ക് നല്ലൊരു ഐഡിയ നൽകി അവരെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ബ്യൂട്ടിഫുൾ ഡേ അവരുടെ ലൈഫിലെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടുള്ള happy കുറേ വർഷങ്ങളായി ഈ വിവാഹത്തിന് വേണ്ടി രണ്ടുപേരും കാണാനായിട്ട്. അവർ കുറെ നാളുകളായിട്ട് കുറെ നാളുകളായി സ്വന്തം രണ്ടാളും ബിഗ് ഡേ ആണല്ലേ. ഇതിനേക്കാളും ബിഗ് ഡേ ആയിട്ടുള്ള അവര് ഒഫീഷ്യലി മിസ്റ്റർ ആൻഡ് മിസ്സസ് ആവാൻ പോകുന്ന ദിവസമുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ അവർ രണ്ടുപേരുടെയും മനസ്സിലുള്ള സമ്മതങ്ങൾ അപ്പോ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വർഷത്തോളമായി ഇവിടെ മാരേജ് ഫിക്സേഷൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. രണ്ടുപേരും ഇതേ ഇടവകങ്ങളാണെന്ന് പറഞ്ഞു, അറേഞ്ച് മാരേജ് ആണെന്ന് എന്തൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ രണ്ടുപേരും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, ചേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറയണേ. ബട്ട് സ്റ്റിൽ അവർ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ എന്തോരം ഇഷ്ടോപാടുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും അല്ലേ. അവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല, അവര് ഈ കല്യാണം ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിട്ടുണ്ടാവില്ല ദിസ് വുഡ് ബി ദ പെർഫെക്റ്റ് മാച്ച് ഫോർ മീ. ബട്ട് സ്റ്റിൽ ഇപ്പൊ അവരെ ഒഫീഷ്യലി ഇനി കുറെ അധികം ഇഷ്ടകുർബാനകളും ഒക്കെ ഒരുമിച്ച് ഇതേ ഇടവകയിൽ കൂടാൻ പോകുകയാണല്ലേ. അപ്പൊ നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം അവർക്ക്. യെസ്, ഈ ഒരു സമയം ഇവർ രണ്ടുപേരാണ് പോയി സ്റ്റേജിലുള്ളത് അല്ലേ. അപ്പോ ഈ സ്റ്റേജ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവർ ഏറ്റവും ഇവരെ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈ ഒരു ദിവസം. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇവരുടെ പാരന്റ്സ് ഏറ്റവും കൂടുതൽ ഈ ദിവസത്തെ നോക്കി കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ഒരു ഫ്രെയിം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ജോയ്ക്ക് പങ്കാരാവാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടുപേരുടെയും പാരന്റ്സിനെയും വിത്ത് സിബ്ലിങ്സിനെ ഇൻവൈറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ബ്രൈഡ് ടു ബി ആവാൻ പോകുന്ന ദിന ചേച്ചിയുടെ പാരന്റ്സിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അങ്കിൾ ആൻഡ് ആന്റി പ്ലീസ് കം ടു ദി സ്റ്റേജ്. രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫാദർ മിസ്റ്റർ B.L. Lawrence ആൻഡ് മിസ്സസ് ബീന ലോറൻസ്. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം പാരന്റ്സ്. യെസ്, Mr. B.L. Lawrence doing his own business and mother Mrs. Beena Lawrence doing a wonderful homemaker. Yes. ഇപ്പോൾ ഇവിടെ ചേച്ചിയുടെ പാരന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഐ വുഡ് കോൾ അപ്പോൺ their siblings. 2 siblings ആണ് ചേച്ചിക്കുള്ളത്. First of all, I would like to call upon her elder sister, Mrs. Lynette Leo, and her handsome husband, Mr. Leo Paul, to the stage. രണ്ടുപേരും ദുബായിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സെയിം ഫീൽഡ്. അവർക്ക് ഒരു കൊച്ചു സുന്ദരിയും കൂടി ഉണ്ട്. She had just turned 1. Her name is Azel Mariam Leo. With their kiddo, I invite them to the stage.
നമ്മുടെ കൊച്ചു സുന്ദരി ഉറക്കത്തിലാണെന്ന് തോന്നുന്നു, ബട്ട് സ്റ്റിൽ അവൾ വലുതാവുമ്പോൾ ഒരു ഫ്രെയിമില് അവളുടെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൾ ഉണ്ടാവണ്ടായി. With Chetan and Chethi, with their little one, I invite them to the stage. Last but not the least, ചേച്ചിയുടെ ഫാമിലിയിലെ ഏറ്റവും ചെറുതെന്ന് പറയാൻ പറ്റില്ല, but the youngest sibling, I would like to call upon Mr. Godwin Lawrence to the stage. നല്ല ഫാൻ ബേസ് ഉണ്ടെന്ന് തോന്നുന്നു ആൾക്ക്. Yes. He is pursuing his studies in computer science engineering at Kolupuzha. Okay. അപ്പോൾ ചേച്ചി ഇത്ര നാളെ ഇതായിരുന്നു ചേച്ചിയുടെ ഹോൾ ഫാമിലി. ബട്ട് ഇനി തൊട്ടിട്ട് ഈ ഒരു നിമിഷം തൊട്ട് യു ഹാവ് someone members to add to your family. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫ്രെയിം കംപ്ലീറ്റ് ആവണമെങ്കിൽ, ചേച്ചിയുടെ ഒരു ഫാമിലി കംപ്ലീറ്റ് ആവണമെങ്കിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി ആദ്യത്തെ പാരൻസിനെയും കൂടി ഈ ഫ്രെയിമിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹിസ് പാരൻസ്, രണ്ടുപേരും uncle and auntie, I would like to call upon to the stage. Yes. His father, Mr. Ugunwari Paul, is retired pharmaceutical sales executive, and his beautiful mother, Mrs. Alfonsa Paul, she is a retired senior nurse officer at Medical College. രണ്ട് സൈഡിലും ആൺപിള്ളേർക്ക് ക്ഷാമമില്ല എന്ന് പറയുന്ന പോലെ ആദ്യം ചേർന്ന ഒരു യങ്ങർ ബ്രദറും കൂടിയുണ്ട്. So it was I would like to call upon Mr. Naveen Paul, who is a fashion designer, to the stage. രണ്ട് സൈഡിലെ ചേട്ടന്മാർക്കും നല്ല ഫാൻസ് ഉണ്ട്. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കാം. ഓക്കെ, ഇപ്പോ ഇവരുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിനോട് ഒരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട്. ഓക്കെ, ഇവരൊക്കെ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സ് ഇരിക്കുകയാണ്. അപ്പൊ ഒറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളൂ. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വർഷമായി. അപ്പൊ എന്തായാലും നമുക്ക് പരസ്പരമൊക്കെ അറിയാനായിട്ട് ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നിമിഷം ഫിക്സേഷൻ കഴിഞ്ഞു, ഇപ്പൊ ഇതാ പെട്രോൾ മനസ്സമ്മതം കഴിഞ്ഞു, ഇപ്പൊ അതിന് റിസർച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ 2 പേരുള്ള ചോദ്യം ഇതാണ്: ഇന്നത്തെ ദിവസം നിങ്ങൾ യെസൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് എൻ്റെ പറയണം. ഓക്കെ, എൻ്റെ അടുത്ത് മാത്രമല്ല ഇവരുടെ അടുത്ത് എല്ലാവർക്കും പറയാം. ഹാപ്പിയാണ് പറഞ്ഞാൽ ഒറ്റ വാക്യം എടുക്കാൻ പറ്റില്ല, 10 സെന്റൻസ് എടുക്കാൻ പറ്റില്ല. യു ഷുഡ് എക്സ്പ്രസ് യുവർ ഫീലിംഗ്. ഫസ്റ്റ് ചേച്ചിക്ക് കൊടുക്കാം അല്ലേ? വളരെ സന്തോഷം. ഞങ്ങളിപ്പോൾ 1 വർഷമായി പരിചയപ്പെട്ടിട്ട് ഫാമിലി നല്ലൊരു കഴിവുണ്ട്. അവരുടെ ഇപ്പോഴത്തെ കറന്റ് എക്സ്പ്രഷൻ, അവരുടെ ഇമോഷൻ അവരെ എക്സ്പ്രസ് ചെയ്തു അല്ലേ? ഓക്കെ, അപ്പോ അതിന്റെ പരിഹാരം നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ സെറമണീസിലേക്ക് കിടക്കാം. അപ്പോ നമ്മുടെ ബൈബിളില് തമ്പുരാൻ പറയുന്നത് പോലെ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറയുന്നില്ലേ? അപ്പോൾ ഇവരുടെ ലൈഫിലും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തമ്പുരാന്റെ ആ ഒരു വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. So now we move on to the land lighting ceremony. അതിനായി ആദ്യം ചേട്ടനെയും ജിനച്ചേച്ചിയും with their parents and siblings മുന്നോട്ട് ക്ഷണിക്കുന്നു. അവരുടെ മനസ്സമ്മതത്തിന് ശേഷമുള്ള ആദ്യത്തെ തിരുവെളികളായിരിക്കില്ലേ? ഇനി മുതൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ലൈഫ് പോകണമെന്ന് പ്രാർത്ഥിക്കാം. ഫസ്റ്റ് I call upon ജിനച്ചേച്ചി and ആലിൻസിന്റെ ലൈറ്റുകളാണ്. നമുക്ക് നല്ലൊരു ലൈറ്റ് കൊടുക്കാം. Next, I leave the lamp to Ginacheshi's parents and siblings. കുറച്ചുകൂടി മനോഹരമാക്കാൻ വേണ്ടി, കുറച്ചുകൂടി ഷൈൻ ചെയ്യാൻ വേണ്ടി അവരുടെ പാരൻസിന്റെ ബ്ലെസ്സിങ്സ് ഈ ലാമ്പ് ലൈറ്റിലൂടെ നമുക്ക് നൽകാം. Next, I would like to lamp Alin's parents and siblings. അവരുടെ ബ്ലെസ്സിങ്സ് ഈ ലാമ്പ് ലൈറ്റിലൂടെ നൽകട്ടെ. താങ്ക് യു. ഇപ്പോ നമ്മുടെ ഈ ഒരു ലാംഗ്വേജിലൂടെ കുറച്ച് ബ്രൈറ്റ് ആയല്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടി സ്വീറ്റ് ആക്കിയാലോ? ഇവരുടെ ലൈഫ് കുറച്ച് സ്വീറ്റ് ആവണ്ടേ? അപ്പൊ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഡയറി മിൽക്കിന്റെ പരസ്യം, ഏതൊരു ശുഭകാര്യത്തിന് മുമ്പും ഒരല്പം മധുരമാവാന്ന്. മധുരം ആർക്കാരും ഇഷ്ടമല്ലാത്തത്? നിങ്ങൾക്കൊക്കെ മധുരം ഇഷ്ടമല്ലേ?
അതെ, രണ്ടുപേർക്കും നല്ല മധുരം നല്ല ഇഷ്ടമാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഈ ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ മധുരം ഷെയർ ചെയ്യാം. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ കേക്ക് കട്ടിംഗ് സെറിമണി. അതിനായി ചേട്ടനും ചേച്ചിയും വിത്ത് ദെയർ പാരന്റ്സ് ഇൻവൈറ്റ്. നമ്മുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് നമ്മുടെ കൈയടിയിലൂടെയാണ് അവർക്ക് നൽകാൻ പറ്റുക. സോ ലെറ്റ്സ് ഗിവ് ദം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദെയർ sweetest life ahead. Congratulations and celebration when I tell everyone that you're in love with me. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. Beautiful moments together. Who would believe that we happy and Jina Chechi, please share the cake to Alvin Sagan, parents and siblings. അവരുടെ ഹാപ്പിനെസ് അവർ ആ ഒരു കേക്ക് നൽകിക്കൊണ്ട് അവരുടെ പാരന്റ്സിനും നമുക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുകയാണ്. Yes. Next, I would like to give Alvin Sagan to Jina Chechi's parents and siblings. and to the nation. I want the world to know how happy as can be. I was afraid to think when you thought you were around me, that I was only fooling myself thinking around me. But since tonight you said that you were without me, never about me. Yes, Alvin Sagan ഓരോരുത്തർക്കായിട്ട് കേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. ഓരോരുത്തർക്കും ഓരോ ഫാമിലി മെമ്പേഴ്സിനും അവരവരുടെ ആ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഷെയറിങ് നടത്തിയിരിക്കുകയാണ്. യെസ്, നമ്മളൊരു മാരേജ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ മാത്രമായിട്ടുള്ള ഒരു സംഭവമല്ല അല്ലേ, അവരുടെ കുടുംബങ്ങളും അവരുടെ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് തമ്മിലുള്ള യൂണിയൻ കൂടിയാണ്, സെലിബ്രേഷൻ കൂടിയാണല്ലേ. ആ ഒരു സെലിബ്രേഷൻ സൂചിപ്പിച്ചുകൊണ്ട് നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ വൈൻ ടോസ്റ്റിംഗ് സെറിമണി. ഒരു സെലിബ്രേഷന്റെ മോഡ് നമുക്ക് കൊടുക്കാം അല്ലേ, അവരുടെ ഈ ഒരു മൊമെന്റ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ, വേണ്ടേ? യെസ്, വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ വൈൻ ടോസ്റ്റിംഗ് സെറിമണി. അപ്പോൾ വൈൻ എടുത്തു കൊടുക്കാൻ വേണ്ടി രണ്ട് സൈഡിലുള്ള ചേട്ടന്മാരെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബ്രദേഴ്സ് ആൽവിൻ ചേട്ടന്റെയും ജിന ചേച്ചിയുടെയും ബ്രദേഴ്സിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി വൈൻ എടുത്തു കൊടുക്കാനായി ക്ഷണിക്കുന്നു. രണ്ടുപേർക്കും അവരുടെ സെലിബ്രേഷൻ സിഗ്നിഫൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ്, നിങ്ങൾ വെറുതെ വൈൻ ടോസ്റ്റ് ചെയ്ത് നമ്മൾ കുടിക്കാനൊന്നും അനുവദിക്കുന്നില്ല. രണ്ടുപേർക്കും ചെറിയൊരു ടാസ്ക് ഉണ്ട്. വിത്ത് ഐസ് രണ്ടുപേരുടെയും കയ്യിന്റെ മുട്ട് വളയ്ക്കരുത് പറഞ്ഞാൽ കറക്റ്റ് മുട്ട് വളച്ചിട്ടാണ് കൊടുക്കുന്നത്. ആൽവിൻ ചേട്ടൻ ജിന ചേച്ചിക്ക് മുട്ട് വളയ്ക്കാതെ കൊടുക്കുമോ? വൈൻ കൈമുട്ട് വളയ്ക്കാതെ, അതായത് നേരെ. ഓക്കെ, ചേച്ചി ആദ്യം തന്നെ കിട്ടുന്നില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. മെല്ലെ മെല്ലെ കുറച്ച് കൊടുക്കുള്ളൂ, കുറച്ച് പിടിച്ചാൽ മതി എന്നൊക്കെ. ഓക്കെ, അപ്പൊ അവരുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സെലിബ്രേഷന്റെ സിംഫൈ ആയിട്ട് അവര് വൈൻ ടോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനായി മാല എടുത്തു കൊടുക്കാനായി രണ്ടുപേരുടെയും രണ്ട് പപ്പന്മാരും റെഡിയാണ്. അപ്പൊ നിങ്ങളുടെ മക്കളിലേക്ക് ആ ഒരു മാല കൊടുത്തോളൂ. രണ്ടുപേരും നമുക്ക് നല്ലൊരു കാര്യം കൊടുക്കാം. രണ്ടുപേർക്കും ഈ മാല എക്സ്ചേഞ്ച് ചെയ്യാം. വേണമെങ്കിൽ ചേട്ടന് മാല ലഭിക്കാതൊക്കെ നോക്കാം, ചേച്ചിക്ക് മാല ലഭിക്കാതൊക്കെ നോക്കാം.
അല്ലെങ്കിൽ പരസ്യം വേണ്ട വേണ്ട, നിങ്ങൾ കുറച്ച് രണ്ടുപേരും നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാരാണ്. ഓക്കെ, നൗ യു കെൻ എക്സ്ചേഞ്ച് വിത്ത് आवर ടീച്ചർ. ചേച്ചി ചേച്ചി ചേട്ടനെ വിളിക്കും, ചേട്ടൻ ചേച്ചി. യെസ്, ഓക്കെ. അപ്പോ അവരുടെ കയ്യിൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് 2 ബൊക്കേസും കൂടി ഉണ്ട്. അപ്പൊ ബൊക്കേസ് എടുത്തു കൊടുക്കാനായിട്ട് 2 പേരും അമ്മമാരെ ക്ഷണിക്കുകയാണ്. 2 മക്കൾക്കും ആ ബൊക്കെ ആദ്യം കൊടുക്കാം. അത് 2 പേർക്കും ബൊക്കേസ് കൊടുക്കാം. ആൻഡ് ചേട്ടൻ ചേച്ചി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബൊക്കേസ് എക്സ്ചേഞ്ച് ചെയ്യും. നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാം. യെസ്, ഓക്കെ. അപ്പോ ഇനി നമുക്ക് ഒരു 2 സെറമണീസും കൂടി ഉണ്ട്. ഒരെണ്ണം പനകിൽ കഴിക്കാനും ഒരെണ്ണം ചന്ദനം കളവം ചേർത്താനും. ഓക്കെ, അപ്പൊ ചേച്ചി കുറച്ച് കുഞ്ഞായിട്ട് ബിസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്കെ, 2 ആളും ബിസിയാണ്. അപ്പൊ വീണ്ടും 2 ബ്രദേഴ്സിനെ ഏറ്റവും സ്നേഹത്തോട് ഇൻവൈറ്റ് ചെയ്യാണ്. ഒരാൾക്ക് കളവ് എടുക്കാം, ഒരാൾക്ക് പനകിൽ എടുക്കാം. ആദ്യം നമുക്ക് കളവം തൊടിയിക്കാം. 2 പേരെയും കളവം തൊടിച്ചോളൂ. ഹാപ്പി ആയിട്ടാണ് 2 പേര് വളരെ തൊട്ടുകൊടുക്കുന്നത്. സ്മൈൽ ഫേസ്. ചേച്ചി മതിനെ പറയണ്ടേ, കുറച്ച് മതി. ഓക്കെ, ഇനി നമുക്ക് 2 പേരുടെയും മേത്തേക്ക് നമുക്ക് 15 കേൾക്കാം. യെസ്, ഒരു ബ്ലെസ്സിങ്സ് ആൻഡ് വിഷിങ്സ് അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ സെലിബ്രേഷനും ആണ്. അപ്പൊ നമുക്ക് ഈ ഫുൾ സൈഡോട് ഉള്ളൊരു സ്ഥിതിക്ക് നമുക്ക് നല്ലൊരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ പിക്സ് നമുക്ക് എടുക്കാം. ഇതേ സ്റ്റേജിൽ ചേച്ചിയുടെ ഒപ്പം ആ ഒരു സെലിബ്രേഷൻ മോഡില് ചേട്ടൻ്റെയും കൂടി ബർത്ത്ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ? യെസ്, കേക്ക് ഈസ് ഓൺ ദ വേ. ബർത്ത്ഡേ സോങ് പാടിക്കൊണ്ട് ലെറ്റ്സ് സെലിബ്രേറ്റ് ടുഗദർ. ഓരോരുത്തർക്കായി ഹാപ്പിനെസ് നമുക്ക് ഷെയർ ചെയ്യാം. ചേട്ടനും ചേച്ചിക്കും പപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാ ചേച്ചിക്കും ചേട്ടനും ആൽവിൻ ചേട്ടൻ്റെ ഫാമിലിക്കും കേക്ക് ഷെയർ ചെയ്യാം. ഹാപ്പിനെസിന്റെ ഒരു ഉമ്മയൊക്കെ അമ്മ കൊടുത്തിട്ടുണ്ട്. Let's wish him
മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇനിയുള്ള തൻ്റെ യങ്സ്റ്റർ ആയിട്ടുള്ള ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി, ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് ചേട്ടൻ പറ്റട്ടെ. യെസ്, ഓക്കെ. ഫാമിലി മെമ്പേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടോ? ആ ഉണ്ട്, യെസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പൊ രണ്ടുപേരും ഡിസ്കസ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഇതുവരെ ഈ ഒരു ഗെയിം പുറത്തിറങ്ങിയിട്ടില്ലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇറങ്ങിയില്ലെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ രണ്ടുപേരും ഒരു 5 സെക്കൻഡ് തിരിഞ്ഞു നിന്ന് ഫുള്ളായിട്ടൊന്ന് രണ്ടുപേരെയും ഒന്ന് നോക്കിയേ. ഫുള്ളായിട്ട് നോക്കിക്കോ, ആവശ്യമില്ല. അടിമുടി അങ്ങോട്ട് നോക്കിക്കോ. നോക്കിക്കഴിഞ്ഞാൽ പറയണേ, ഫുള്ളി അങ്ങോട്ട് അനലൈസ് ചെയ്തോ. നോക്കിക്കഴിഞ്ഞു. ഇനി രണ്ടാളും അങ്ങോട്ട് ജസ്റ്റ് അബൌട്ട് ടേൺ ചെയ്ത് ചേട്ടന് ഇങ്ങോട്ടും ചേച്ചി ഇങ്ങോട്ടും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ചേട്ടന് കൊടുക്കാല്ലേ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇത്രയുള്ളൂ, സിമ്പിൾ ടാസ്ക് ആണ്. ചേച്ചിനെ ഇപ്പൊ ഒരു 11 മണി തൊട്ട് ചേച്ചിനെ കണ്ടതല്ലേ. ഓക്കെ, ഇപ്പൊ ഒരു 5 മിനിറ്റ് 5 സെക്കൻഡ് തരുകയും ചെയ്തു. അപ്പൊ ചേട്ടൻ്റെ ടാസ്ക് ആണ് ചേച്ചിയുടെ ഫുൾ ഔട്ട്ലുക്ക് എന്താണ്, ചേച്ചിയുടെ ഡ്രസ്സിന്റെ കളർ, എല്ലാ ഡീറ്റെയിൽസും, ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ്, ക്ലിപ്പ് ഉണ്ടോ, ക്ലിപ്പിന് കളർ ഉണ്ടോ, ഡ്രസ്സിന് ഷെല്ലുകൾ കാര്യങ്ങളുണ്ടോ, എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ് ചേട്ടൻ നോക്കി വീക്ഷിച്ചത് എന്താണെന്ന് ഇവരോട് ഇപ്പൊ പറയാം. ഇല്ല, എനിക്ക് തരില്ല. ഓക്കെ, ഞാൻ പറ്റൂ. കളറ് ലാവൻഡർ കളർ സാരി, കമ്മലൊക്കെ ഉണ്ട്, കമ്മല് കമ്മല് ആ മാലയുണ്ട്, ഒരു മാലയുണ്ട്, നെക്ലേസ് ഉണ്ട്, വലിയ റിങ്ങുണ്ട്, കയ്യിൽ വലിയ റിങ്ങുണ്ട്, പിന്നെ 3 വളയുണ്ട്. കയ്യിലൊരു ബൊക്കയുണ്ട്. ആ വർക്കുണ്ട്, വർക്ക്. ചേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട്, ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നു വിചാരിച്ചില്ല. എനിക്ക് തിരിഞ്ഞു നോക്കല്ലേ. ഓക്കെ, ചേട്ടൻ നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു കൈ കൊടുക്കാം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചേട്ടൻ എല്ലാ ഡീറ്റെയിൽസും നോക്കിയില്ലേ. ഇനി ചേച്ചിക്കുള്ള ടേണാണ്. എന്തൊക്കെയാണ് ചേട്ടനിൽ കണ്ട ആ ഫീച്ചേഴ്സ്, ഇന്നത്തെ ഔട്ട്ഫിറ്റിന്റെ ഫീച്ചേഴ്സ്? ഫുൾ കളർ കോട്ട്, ഷൂസ്, ബ്ലൗസ്, അതിങ്ങോട്ടുണ്ട്. ഉണ്ട്, 5 കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു കൈ കൊടുക്കാം. രണ്ടുപേരും ഈ ഒരു ചെറിയ സമയം കൊണ്ട് നല്ല രീതിയിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അവരുടെ ലൈഫില് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വരെ ഹാപ്പിനെസ് കണ്ടെത്തി ആ കൊച്ചു കൊച്ചു മൊമെന്റ്സ് വരെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ തൽക്കാലം നിങ്ങളുടെ ടാസ്ക് ഒന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ടാസ്കുകൾ ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടാസ്ക് കൊടുക്കാം അല്ലേ? കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഒഫീഷ്യലായിട്ട് എല്ലാ സെറമണീസും തീർന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും താങ്ക്സ് എൻ്റെ ഭാഗത്തു നിന്നും ഈ ഫാമിലീസിന്റെ ഭാഗത്തു നിന്നും ഞാൻ നേടുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ യു ക്യാൻ ഹാവ് ദ ഡെലീഷ്യസ് ലഞ്ച്. ആൻഡ് ഓൾസോ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും രണ്ടുപേരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അവരെ ഗ്രീറ്റിംഗ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് കൊണ്ട് ബ്ലെസ് ചെയ്യണം. ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അവരെ ഓരോരുത്തരെയും. ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരും ഇവരെ കൂടെ ഫോട്ടോ എടുക്കാനാണ് ഇവരുടെ ആഗ്രഹം. അപ്പോൾ ഈ സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കയറി റൈറ്റ് സൈഡിൽ കൂടി വേണം ഇറങ്ങാനായിട്ട്. ഐ റിപ്പീറ്റ്, ലെഫ്റ്റ് സൈഡിൽ കൂടി കയറി റൈറ്റ് സൈഡിൽ കൂടി വേണം ഇറങ്ങാനായിട്ട്. താങ്ക് യു.
Okay, let's give them a big round of applause. എന്ത് ക്യൂട്ടായിട്ടാണ് ഇവർക്ക് വേണ്ടി ഇവരുടെ ഡേ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി രണ്ട് സുന്ദരി കുട്ടികളെ കളിച്ചത്. ഇത്രയും കൈയ്യടിയുള്ളൂ, നല്ലൊരു കൈയ്യടി കൊടുക്കാം അവർക്ക് വേണ്ടി. Yes. Now we can receive the photo session.
വടകര പാരീഷിലെ ജൂനിയർ CLCയിലെ എല്ലാ മെമ്പേഴ്സും ആണ്. സ്പെഷ്യൽ നോട്ട്, ജിന ചേച്ചി ഇവിടുത്തെ ജൂനിയർ CLCയിലെ ആനിമേറ്റർ കൂടിയാണെന്നാണ് പറഞ്ഞത്. സോ അവർക്ക് വേണ്ടി ഒരു ക്യൂട്ടായിട്ടൊരു ഗിഫ്റ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. വൈറ്റ് ആഗ്രഹിച്ചായിട്ട് പാടിപ്പോയിന്ന്. അയ്യോ. ഓക്കെ, രണ്ടുപേർക്കും ഇരിക്കാം. ഞാൻ നേരത്തെ പറയാൻ മനഃപൂർവ്വം മാറ്റി വെച്ചൊരു കാര്യമുണ്ട്. നമ്മളെ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇപ്പൊ ഫോട്ടോ എടുക്കാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവർ രണ്ടുപേരെയും നമ്മള് ഇതറിയാം, ബട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഈ ഗെയിമിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ആൽവിൻ ചേട്ടൻ ജിന ചേച്ചി എന്ത് ചെയ്യുന്നു, വർക്കിംഗ് ആണെങ്കിൽ എവിടെ ചെയ്യുന്നു എന്ന് പറയണം. ചേച്ചി ദ സെയിം, ചേട്ടൻ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് ചെയ്യുന്നത് എന്ന് പറയണം. ഓക്കെ. എൻ്റെ പാർട്ട്ണറുടെ പേര് ജിന ഫ്ലോറൻസ്. അവളിപ്പോൾ ദേവമാത ഇന്റർനാഷണൽ സ്കൂളിൽ മാത്സ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ആൽവിൻ ഹോസ്പിറ്റലാണ്. സഹറിന് കേക്ക് ഫർക്കർ കമ്പനിയിലെ പ്ലാനിംഗ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? യെസ്. ഓഡിയൻസ് റെഡിയാണോ? യെസ്. ഓക്കെ. ചേട്ടനും ചേച്ചിയുടെ അടുത്ത് എഴുന്നേറ്റ് കുറച്ച് ഞാൻ വിളിക്കുന്നത് മതി. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Who took the initiative to give a first phone call after പെണ്ണുകാണൽ? പെണ്ണുകാണലിന് ശേഷം ആരാണ് ഏറ്റവും ഫസ്റ്റ് ഫോൺ കോൾ ഇനിഷ്യേറ്റ് ചെയ്തത്? ഓക്കെ, ആൽവിൻ ചേട്ടൻ. രണ്ടുപേരും കറക്റ്റാ പറയണമെങ്കിൽ ഒരുമിച്ച് വേണമെങ്കിൽ ഒരു കൈയടി കൊടുക്കാം കേട്ടോ. യെസ്. അപ്പോ ഫസ്റ്റ് പോയിന്റ് ആൽവിൻ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. രണ്ടാളും സെയിം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ബെറ്റർ കുക്ക്? ആരാണ് നന്നായി ഫുഡ് ഉണ്ടാക്കുന്നത്? സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ വേണേ, ആലോചിക്കാനൊന്നുമില്ല. ചേട്ടൻ കുക്കി. യെസ്. ഓക്കെ, ജിന ചേച്ചിയാണ്. ഓക്കെ, സോ 1 point to ജിന ചേച്ചി. ആൻഡ് the next question is, who gets emotional fast? വേഗം ഇമോഷണൽ ആവും. ഓക്കെ, ജിന ചേച്ചിയാണ്. രണ്ടാളും സെയിം ആയിട്ടുള്ള ആൻസർ ആണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഒരു വഴക്കുണ്ടായ, അവർക്ക് ഉണ്ടായിട്ടുണ്ടായില്ലെന്ന് തോന്നുന്നു, ബട്ട് വഴക്കുണ്ടായ ആരായിരിക്കും പെട്ടെന്ന് അപ്പോളജൈസ് ചെയ്യാം? ഫസ്റ്റ് വേഗം വേഗം. ഓ, പോയി. ഓക്കെ, രണ്ടുപേരും ഞാനാണ് ഫസ്റ്റ് അപ്പോളജൈസ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ? ഞാൻ അവള് പറയും, അവൻ പറയുമെന്ന് പറയാതെ ഞാൻ തന്നെ പറയാം എന്നുള്ള ഇനിഷ്യേറ്റീവ് ലൈഫ് ലോങ് ഉണ്ടാവട്ടെ. ആൻഡ് യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് മോർ അണ്ടർസ്റ്റാൻഡിങ്? ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന, പാർട്ട്ണറിനെ മനസ്സിലാക്കുന്നത് ആരായിരിക്കും? ആൽവിൻ ചേട്ടൻ തീരുന്നു. ഓക്കെ, ആൽവിൻ ചേട്ടൻ രണ്ടുപേരും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ജിന ചേച്ചി ഞാനാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് പറഞ്ഞത്. ഓക്കെ, ഡിസ്കഷൻ പാടില്ല. Okay, and next, who is
മോർ ടോക്കറ്റീവ് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആരാണ്? നല്ലോണം സംസാരിച്ച് എക്സ്ട്രോവേർട്ട്. ഓക്കെ, ആൽവിൻ ചേട്ടൻ പറഞ്ഞത് 2 പേരെന്നാണ്. ജിന ചേച്ചി ആൽവിൻ ചേട്ടനാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഫിനാൻഷ്യലായിട്ട് കുറെ അധികം കാര്യങ്ങൾ ഇനി മുന്നോട്ട് ഉണ്ടാവാൻ പോവാണ്. അപ്പൊ ഹൂ സേവ്സ് ദ മണി മോർ? മണി സേവ് ചെയ്യുന്നത്? ഓ, പരസ്പര അണ്ടർസ്റ്റാൻഡിങ് ആണ് 2 പേരും. എനിക്ക് വേണ്ടി ആൽവിനും, ആൽവിൻ എനിക്ക് വേണ്ടി ജിനക്ക് സേവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ 2 പേരും സേവ് ചെയ്യട്ടെ അല്ലേ? ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്. ഇതെനിക്ക് അറിയില്ല എങ്ങനെയായിരിക്കും ആൻസർ വരാൻ പോവാന്ന്. ബട്ട് സ്റ്റിൽ വീണ്ടും 1 വർഷമായല്ലോ, ഫോണൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിലായിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ. 2 പേരും മീൻസ് ആൽവിൻ ചേട്ടൻ ജിന ചേച്ചിയുടെയും ജിന ചേച്ചി ആൽവിൻ ചേട്ടന്റെയും നമ്പർ കാണാപ്പാടൊന്നും പറയാം. അറിയോ? ചിരിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? വേണ്ട, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ചേട്ടൻ പറഞ്ഞത് നമ്പർ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ മനസ്സിൽ ആളുണ്ടെന്നാണ്. ഓക്കെ, ജിന ചേച്ചിയുടെ സെയിം ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ഇതിലൊരു ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല, സ്റ്റാർട്ടിംഗ് നമ്പർ 8 ആണോ ആൽവിൻ ചേട്ടന്റെ സ്റ്റാർട്ടിംഗ് നമ്പർ? അല്ല 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 എന്ന് പറഞ്ഞു. എൻഡിങ് നമ്പറോ 9 ആണോ? അതെ, എൻഡിങ് നമ്പർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ ഇനി നിങ്ങൾക്ക് ഒരു ടാസ്ക് ആവട്ടെ. ഞാനും ഫോണൊന്നും മിസ്സാവാതെ പോട്ടെ, പക്ഷേ അങ്ങോട്ട് ഇങ്ങനെ വിളിക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി 2 പേരും നമ്പർ പഠിക്കുക. ഓക്കെ, ആൽവിൻ ചേട്ടൻ അതേ സെയിം ക്വസ്റ്റ്യൻ. ചേച്ചിയുടെ നമ്പർ, ഫോൺ നമ്പറിന്റെ സ്റ്റാർട്ടിംഗ് നമ്പർ അറിയോ? എങ്ങനെയാണോ? ചേച്ചിയുടെ വീട്ടുകാരുടെ ആണോ? ജീന ചേച്ചിയുടെ പാരന്റ്സ് ഇല്ല. ഓക്കെ, എൻഡിങ് നമ്പർ എന്താ? അറിയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ചേട്ടനായാലും ഇനി ആ നമ്പറൊക്കെ കാണാൻ പഠിച്ചിരിക്കുക. ഓക്കെ, ഫൈൻ. ചിലപ്പോ സെയിം ഗെയിം നമുക്ക് മാരേജിന് വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ, ജസ്റ്റ് 10 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇനി ഇവരെ വെറുതെ വിടാം അല്ലേ? വെറുതെ വിടണോ? വേണ്ടെന്ന് പറഞ്ഞ വെറുതെ വിടണ്ട, വേണ്ടെന്ന് പറയണപ്പോ എന്തായാലും ഇവര് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവരുടെ ഫോൺ നമ്പർ എന്ന് ഇവര് പറഞ്ഞില്ലേ അല്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഫോൺ സോഫയിൽ വെക്കാം, കസാര ഇങ്ങോട്ട് നിർത്തിക്കാം. മ്യൂസിക് പ്ലീസ്. നമുക്കൊരു ഇവരുടെ ഒരു ഡാൻസ് പെർഫോമൻസ് കാണാം അല്ലേ? ഡാൻസ് കാണുന്നവരെ ഒരു കൈയ്യടി തരണം. യെസ്, ഇവരുടെ ഒരു ഡാൻസ് പെർഫോമൻസ്. 2 പേരും ഡാൻസേഴ്സ് ആണോ? ഡാൻസേഴ്സ് ആണോ? ആൽവിൻ ചേട്ടൻ ഡാൻസർ ആണ്. ഓക്കെ, ഫൈൻ. അല്ല, നല്ല ചങ്ക് കൂട്ടുകാരാണ്, നന്നായിട്ടാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോ മ്യൂസിക് ഇടാനുള്ള മ്യൂസിക് പ്ലീസ്. ഇവർക്ക് വേണ്ടി ഒരു ഡാൻസ്. ഇവരിവിടെ 2 കപ്പിൾസ് റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. മ്യൂസിക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ. നീ ഒരു പാട്ട് പാടി ഡാൻസ് കളിക്കേണ്ടി വരുമോ? ഒരു പാട്ട് ഇതാ വരുന്നു. ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു സ്റ്റെപ്സ് ഒക്കെ ആണോ? നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ വരുമ്പോ, നമ്മുടെ ഹൈലൈറ്റ് വീഡിയോ ഒക്കെ വരുമ്പോ നല്ല അടിപൊളിയായിട്ടുള്ള സിഗ്നേച്ചർ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ വേണമെങ്കിൽ സമയം പ്ലാൻ ചെയ്തോ. എടുത്തു പൊക്കാം, കറക്കാം, തിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. റെഡിയാണ്. ഞങ്ങൾക്ക് പ്രാക്ടീസ് ഒന്നും വേണ്ട, ഞങ്ങൾ സെറ്റ് ആണെന്നാണ് രണ്ടാളും. അല്ല, ഓക്കെ. യെസ്, മ്യൂസിക് ഇസ് കമ്മിങ്. ഡാൻസ് തുടങ്ങി ആദ്യം നിർത്തുന്ന ആൾക്ക് വീണ്ടും ഒരു ടാസ്ക് ഉണ്ടാവും. അപ്പൊ 2 ആളും അടിപൊളിയായിട്ട് കളിക്കണം. ഡാൻസ് അറിയാൻ എന്തൊട്ട് പഠിക്കാം.
ഇവർക്ക് സിമ്പിൾ ആയിട്ടുള്ള സോങ് വേണോ അതോ ഭയങ്കര ഹാർഡായിട്ടുള്ള സോങ് ഇട്ട് കൊടുക്കാന്നാ പറഞ്ഞേക്കുന്നേ? എന്തോ റൊമാൻറ്റിക് ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള സോങ്സ് ഇട്ട് കൊടുക്കാന്നാ പറഞ്ഞേക്കുന്നേ. ചേട്ടാ സെറ്റാണോ? യെസ്, സെറ്റാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ പ്ലാൻ ചെയ്യുന്നുണ്ട്. കറങ്ങാം, ഇങ്ങനെ പിടിക്കാം, നിൽക്കാം. ശരിയാട്ടോ. കണ്ടിന്യൂ ചെയ്യാനാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് 2-3 സ്റ്റെപ്പ് കൂടി കണ്ടിന്യൂ ചെയ്യാം. I'm crazy about you. I fell in love with you the minute I saw you. എനിക്ക് എന്നെ കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞങ്ങളുടെ പ്രപ്പോസലിടെ കൂടി പ്രതീക്ഷിക്കുന്നു. എനിക്ക് ആലോചിക്കണം. ആലോചിച്ചോ, ഒരുപാട് സമയം എടുക്കാൻ പ്ലീസ്. ദർശന ഓക്കെ, അപ്പൊ ഇവര് നമുക്ക് വേണ്ടി ഒരു ടാസ്ക് ചെയ്തു, ഡാൻസ് കളിച്ചു, ഇടയിൽ നമുക്ക് പറയാതെ തന്നെ അവർ പ്രപ്പോസ് ചെയ്തു. അപ്പൊ നല്ലൊരു കാര്യം ഫോർ ദിസ് ബ്യൂട്ടിഫുൾ കപ്പിൾ. യെസ്, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് we can receive. Okay, now we can receive the photo session. Thank you.
നിന്നെ പെണ്ണെ വീടില്ല നിന്നെ പൊന്നെ വീടില്ല നിന്നെ പെണ്ണെ നിന്നെ ഞാൻ വീടില്ല വിട്ടില്ല 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 നിന്നെ ഞാൻ. കർത്താവേ നീ കൽപ്പിച്ചപ്പോൾ നേർച്ച വച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ. കർത്താവേ നീ മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. മാലാഖയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടിത്തന്നു. ഇല്ല പെണ്ണെ ഞാൻ വിടില്ല, പൊന്നെ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി വിടില്ല. ഇല്ല പെണ്ണെ ഞാൻ വിടില്ല, എന്നെ പിന്നെ കൊന്നാലും പൊന്നെ നിന്റെ പിടി വിടില്ല. എൻ്റടുക്കെ വന്നടുക്കും വെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻകട കണ്ണി. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പോ നിൻ കൊതിപ്പോ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാലിക്കൊള്ളാൻ ഞാൻ. എന്റടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാൻ ഞാൻ. அந்த பிஞ்சாரத்துள்ள கொம்பத்தை பம்பத்தி அறிவளோ, பண்டு ஆதாமினை கொண்டாப்பிடு விதித்த பெண்ணிவளோ, வெறும் பஞ்சார சிரி பொங்கச்ச கொச்சமா அறிவளோ. வந்து ஆடி வாடி அடி பாக்கிறியே என்னத்த. തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ, ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ. ലെവൻ പാടുന്നു, നീ പാടുപെടും. ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ, ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ. തിങ്കളേ തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ.
மக அக்கா மக ஜனக்குருத்தி இருந்தாலே கடலுக்கு ரெடி சொல்லி பாசம் முத்தம் தந்தாலே கதலிச்ச சந்தோஷத்தில் ஆகாயத்துல பறந்தேன்டா பிள்ளை ஒண்ணு இருந்தாண்டா மாமண்டார அவன் தாண்டா அழகிய கொடியே என்னோடு பாம்பா ஓ அவன் அந்த பாத என் பின்னாடி பாம்பா ஏ அழகிய கொடியே என்னோடு பாம்பா ஓ அவன் அந்த பாத என் பின்னாடி பாம்பா நான் காதலுக்கு காம்பக்கார சண்ட வந்தான் பேச. ഓക്കെ, താങ്ക് യു ഗേൾസ്, താങ്ക് യു സോ മച്ച്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ചേട്ടൻ Oh,
an awesome performance. Thank you girls. Thank you so much. Yes, it was an awesome performance.
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face.